ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തിരുവനന്തപുരം പോത്തങ്കോട് ലൊക്കേഷനിൽ മെയിൻ റോഡിൽ നിന്ന് വെറും 550 മീറ്റർ മാത്രം ദൂരത്തിൽ 5 സെൻറ്റിൽ 1950 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂം അങ്ങനെ 4 ബെഡ്റൂമോട് കൂടി വീടാണ്. ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 85 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീടിൻ്റെ മുറ്റത്തായിട്ട് 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഒരു കവേഡ് ആയിട്ടുള്ള കാർ പോർച്ച് ഉണ്ട്. കൂടാതെ ഒരു ഓപ്പൺ കാർ പാർക്കിംഗ് സ്പേസും ഉണ്ട്. ഇവിടെ എല്ലാം പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു ഇൻ്റർലോക്കിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫ്രണ്ടിലെ കാഴ്ചകളിലേക്ക് വരാം. ഇവിടെ ആയിട്ട് ഒരു ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ മുകളിലായിട്ട് 2 കോബ് ലൈറ്റും കൂടാതെ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. റെഡ് ബ്രിക്കിൻ്റെ ആ രീതിയിലുള്ള ഒരു ടൈൽ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വരാം. സിറ്റ് ഔട്ടിൽ ഫോയറിലാണ്. ഇവിടെ 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് കഥയും കട്ടളയെല്ലാം പ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ ഫോയർ സ്പേസിലേക്കാണ്. അതിൻ്റെ മുകളിലായിട്ടെല്ലാം സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് റൈറ്റ് സൈഡിലേക്കാണ് ലിവിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ലിവിംഗ് ഏരിയ സ്പേസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്പേസുള്ള ലിവിംഗ് ഏരിയ തന്നെയാണ്. ഇവിടെ ഈ 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബോർഡർ കാണാം, വുഡിൻ്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു ടി വി യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേസുള്ള ഒരു ടി വി യൂണിറ്റാണ്. താഴെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. അടുത്ത് ഈ കാണുന്ന നേരെയുള്ളൊരു ഫോയറാണ്. ഇത് നേരെ കിച്ചണിലേക്ക് പോവാണ്. എന്നിട്ട് ഈ ഒരു അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഈ ഒരു ഡൈനിങ് ഏരിയ നോക്കുകയാണെങ്കിൽ നല്ല സ്പേസുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ്. ഇവിടെയും 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ടും ഫാൻ കൊടുത്തിട്ടുണ്ട്. BLDC ഫാനാണ് കൊടുത്തിരിക്കുന്നത്. കൂടെ സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വാൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നാച്ചുറൽ സ്റ്റോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ട് 2 സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് കൊണ്ട് വരുന്നത്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിനും ടാപ്പും എല്ലാം ജാഗ്വാറാണ്. ഇവിടെ മിറർ കൊടുത്തിട്ടുണ്ട്. ടച്ച് ചെയ്തുകൊണ്ട് കളർ ചേഞ്ച് ചെയ്യുന്ന മിററാണ്. ഇവിടെ ആയിട്ടൊരു ഫിഷ് പോണ്ട് അല്ലെങ്കിൽ ഒരു കോട്ട് യാർഡായിട്ട് കൊടുത്തിരിക്കുകയാണ്. പെബിൾസ് യൂസ് ചെയ്താക്കിയാൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ളത് ആ രീതിക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അതിനകത്തായിട്ട് ഇൻവെർട്ടർ യൂസ് ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് ഏരിയയുടെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഡബിൾ ഹൈറ്റ് ആണ്. ഒരു ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. പർഗോള കാണാം. കൂടെ പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. ഇവിടെ ആയിട്ട് 3 ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. ഇവിടെ കിച്ചണിലായിട്ട് ഹുഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കബോർഡിലെല്ലാം ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നതെല്ലാം പ്രൊഫൈലാണ്. അതൊരു ഗോൾഡൻ തീമിലുള്ള പ്രൊഫൈൽ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം സോഫ്റ്റ് ക്ലോസാണ് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട്. എല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ്. കൂടാതെ തന്നെ ഇവിടെ ആയിട്ട് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വലിയ ഫ്രിഡ്ജൊക്കെ സുഖമായിട്ട് വയ്ക്കാൻ പറ്റുന്നതാണ്. ഇനി ഈ ഒരു കബോർഡ് നോക്കുകയാണെങ്കിൽ എല്ലാം നമുക്ക് സോഫ്റ്റ് ക്ലോസ് ആണ്. ഈസി ആയിട്ട് തന്നെ സോഫ്റ്റായിട്ട് ക്ലോസ് ആവുന്നത്. എല്ലാ കബോർഡും അങ്ങനെ തന്നെയാണ്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടും പ്രോ ലിഫ്റ്റ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല ഇതിന് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് ഫുള്ളായിട്ട് അപ്പർ ക്യാബിൻ കൊടുത്തിരിക്കുകയാണ്. ഇത് കൂടാതെ വർക്ക് ഏരിയയും ചെയ്തിട്ടുണ്ട്. അവിടെയും ടൈൽസ് ചെയ്തിരിക്കുകയാണ്. അത് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. മുകളിൽ G8 ഷീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ലാബ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ടാപ്പെല്ലാം ഫിറ്റ് ചെയ്ത് തരുന്നതാണ്. പിന്നെ കൂടാതെ വാസ്തുപ്രകാരം 2 ഭാഗത്തും ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഈ വീട്ടിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ബെഡ്റൂമിൻ്റെ സ്പേസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 12.5 അടി നീളവും 10 അടി വീതിയുള്ള റൂമാണ്. മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. BLDC ഫാൻ കൊടുത്തിട്ടുണ്ട്. വാൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇവിടെ ടൈൽ നോക്കുകയാണെങ്കിൽ സീലിംഗ് ഹൈറ്റുള്ള ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഫിറ്റിംഗ്സ് എല്ലാം ജാഗ്വാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാൾ ഹാങ് ക്ലോസറ്റ് ആണ്. നല്ല സ്പേസുള്ള വാഷ്റൂമാണ്. എല്ലാം നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിൻ പോലും ജാഗ്വാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബിൻ്റെ മിറർ ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെങ്കിലും അതുപോലെ സ്പേസുള്ള ബെഡ്റൂം തന്നെയാണ്. മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. BLDC ഫാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വുഡ് തീമിലുള്ള ലീഫൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. വാൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ വാർഡ്രോബ് ഉണ്ട്. വാർഡ്രോബ് വലിയ വാർഡ്രോബിനെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് മിറർ യൂണിറ്റ് വരുന്നത്. ഇനി ഈ വാഷ്റൂം നോക്കുകയാണെങ്കിലും ഇവിടെ അതുപോലെ തന്നെയാണ്. സീലിംഗ് ഹൈറ്റ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഫിറ്റിംഗ്സ് എല്ലാം ജാഗ്വാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈവർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻറ്റി സ്കിഡർ ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് 2 ബെഡ്റൂമുകൾ മുകളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലേക്ക് പോകും. അപ്സ്റ്റെയറിലേക്ക് വരുമ്പോൾ ഇവിടെ ട്രെഡും അതുപോലെ റൈസറും എല്ലാം ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വുഡ് തീമിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സൈഡിലായിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിരിക്കുകയാണ്. കൂടാതെ തന്നെ ഇവിടെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ നോക്കുകയാണെങ്കിൽ ടഫൻ ഗ്ലാസ് ആണ്. ഫുള്ളായിട്ട് ഒറ്റ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത് ഓരോ ഭാഗത്തായിട്ടും. ഇവിടെ വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും. മുകളിലേക്ക് ഇവിടെ ഡബിൾ ഹൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ആയിട്ട് പർഗോള കാണാം. അതിന് താഴെയായിട്ട് ഒരു ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ചാനലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ നല്ല വെട്ടവും വെളിച്ചുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ നമുക്ക് നേരെ അപ്പർ ലോഞ്ചിലേക്ക് വരാം. ഈ ഒരു അപ്പർ ലോഞ്ച് നോക്കുവാണെങ്കിൽ L ഷേപ്പിനാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരുന്ന അപ്പർ ലോഞ്ച്. ഇവിടെയും വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്.
അല്ലെങ്കിൽ ഒരു പൂജ റൂമോ അങ്ങനെ എന്തെങ്കിലും ആക്കണം അതിനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെയും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഫാൻ കൊടുത്തിട്ടുണ്ട്, BLDC ഫാനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് വരാം. ഈ റൂം നോക്കുവാണെങ്കിലും നല്ല സ്പേസ്ഫുൾ റൂം തന്നെയാണ്. ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും BLDC ഫാൻ കൊടുത്തിട്ടുണ്ട്. ഒരു വുഡ് തീമിലുള്ള ലീവ്സ് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് വോൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വിൻഡോസിനെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡാണ്. ഇത് നോക്കുവാണെങ്കിൽ നല്ല സ്പേസുള്ള ബാത്റൂം തന്നെയാണ്. ഇവിടെയും ജാഗോറിൻ്റെ ഫിറ്റിങ്സ് മാത്രമേ യൂസ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് ആയിട്ട് ടൈൽ ഒടിച്ചിട്ടുണ്ട്. ബാക്കി നോക്കുവാണെങ്കിലും വോൾ ഹാങ് ക്ലോസറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ജാഗോറിൻ്റെ തന്നെയാണ്. വാഷ് ബേസിനെല്ലാം നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നേരെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ സ്പേസുള്ള ബെഡ്റൂം തന്നെയാണ്. മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും BLDC ഫാൻ കൊടുത്തിട്ടുണ്ട്, വോൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, 2 ഭാഗത്തിന് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഫുഡ് ലാമ്പ് എല്ലാ റൂമുകളിലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിലും ഫിറ്റിങ്സ് എല്ലാം ഇവിടെ യൂസ് ചെയ്യുന്നത് ജാഗോർ തന്നെയാണ്. അതിന് യാതൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല. ഡൈവർട്ടർ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം ജാഗോർ തന്നെയാണ്. വോൾമറിൻ്റെ ക്ലോസറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ SOC ഫാൻ കൊടുത്തിട്ടുണ്ട്, സീലിംഗ് ഹൈറ്റോ ടൈൽ ഒടിച്ചിട്ടുണ്ട്, എല്ലാം നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്, കൂടാതെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്, അത് കൂടാതെ റൂഫ് ടോപ്പ് ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ഒരു ഓപ്പൺ ടെറസിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ ഓപ്പൺ ടെറസ് ഏരിയ. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്, കൂടാതെ തന്നെ ഇവിടെ ഷീറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ തുണി ഇടിച്ചിട്ടുള്ള സ്പേസ് ഉണ്ട്. ഇനി മുകളിലേക്കാണെങ്കിൽ റൂഫ് ടോപ്പ് ഏരിയ ഉണ്ട്. ഇനി നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ ബാൽക്കണി ഏരിയ. ഇവിടെ 2 ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു ബാൽക്കണിയാണ്. ഇവിടെ എല്ലാം ടൈലിൽ കൊടുത്തിട്ടുണ്ട്, കൂടാതെ നല്ല എപ്പോക്സി ചെയ്തിട്ടുണ്ട്. ഒരു റെഡ് ബ്രിക്ക് രീതിയിലുള്ള ഒരു ടൈൽ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത് ഫുൾ ടഫൻ ഗ്ലാസ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടലി 5 സെൻറ്റിൽ 1950 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും ഈ ഒരു വർക്ക് ഏരിയയും കൂടാതെ വലിയൊരു ബാൽക്കണിക്കുള്ള ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 85 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്.